താലി CPIM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി ചേരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര, അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോയുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ചികിത്സയിൽ കഴിയുന്ന. അവിടെ 20 മിനിറ്റ് ചെലവഴിക്കുന്നു. അതിനുശേഷം നേരെ ആലുവ ദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വരുന്നു. മറ്റൊരു സന്ദർശനവും ആ ദിവസം അദ്ദേഹം നടത്തിയിട്ടില്ല, മറ്റാരെയും അദ്ദേഹം കണ്ടിട്ടുമില്ല. പക്ഷേ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു വ്യവസായ ഗ്രൂപ്പുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. താൻ വൈകിപ്പോയാൽ അവർ ഒരുപക്ഷെ മടങ്ങിപ്പോകും, കേരളത്തിനൊരു വലിയ നിക്ഷേപ സാധ്യത അടഞ്ഞുപോകും. കാരണം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അവർ കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിൽ അവിടെ എത്തി ഒരുപക്ഷെ താൻ കണ്ടില്ലെങ്കിൽ കേരളത്തിന് കിട്ടേണ്ട നിക്ഷേപം കൂടി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വ്യംഗ്യമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നും സത്യമല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അനിൽകുമാർ, ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് 10,000 കോടി രൂപയുടെ ഒരു വാഗ്ദാനം ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീമ്പ് പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അപ്പൊ അവര് നിഷേധിക്കുകയുണ്ടായി. ഇപ്പൊ ആരുടെയെങ്കിലും പേര് അദ്ദേഹം പറഞ്ഞാൽ ടാറ്റ നിഷേധിച്ച അനുഭവം ആവർത്തിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഇത്തവണ മറ്റൊരാളുടെ പേര് പറയാത്തത്. യഥാർത്ഥത്തിൽ ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം തങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ഏതെങ്കിലും തരത്തിലൊരു നിക്ഷേപത്തിനുള്ള നീക്കം നടത്തിയെങ്കിൽ അവര് ആ ചിത്രങ്ങൾ പൊതുമണ്ഡലത്തിൽ അവര് തന്നെ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾ ഇപ്രകാരം ഒരു നിക്ഷേപത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അതവരുടെ ബിസിനസിന് കൂടി ഗുണകരമല്ലേ? ഇതെന്താ രഹസ്യ നിക്ഷേപം? ഏത് മേഖലയിലാണത്? ആളുകൾക്ക് ആർക്കും ഇനി ഏതെങ്കിലും ഒരു നിക്ഷേപം ആരെങ്കിലും കൊണ്ടുവന്നാൽ ഉടനെ നാളെ തന്നെ മുടക്കാൻ നടക്കുകയാണോ? അതാണോ കേരളത്തിലെ നില? അതുകൊണ്ട് തന്നെ നിക്ഷേപം ഏത് മേഖലയിൽ വരുന്നു, എത്ര കോടി രൂപയുടെ നിക്ഷേപമാണ്, എന്താണ് അവരുടെ നിർദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെളിപ്പെടുത്തണ്ട. പക്ഷെ മുഖ്യമന്ത്രിയെ കാണാൻ അവസരം കിട്ടിയോ? എവിടെ വെച്ച അവസരം കിട്ടിയത്? പൊതുസ്ഥലത്ത് അവസരം ഉണ്ടായിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ച് അത്തരം ഒരു നിക്ഷേപം ഉണ്ടായിട്ടില്ല, അല്ല ചർച്ച ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇത്തരമൊരു ചർച്ചയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് ഔദ്യോഗികമായി വെളിപ്പെടുത്താം, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ടൂറിന്റെ ഭാഗമാക്കാം. മുഖ്യമന്ത്രി ആഫീസ് പുറത്തുവിട്ടിട്ടുള്ള ഏതെങ്കിലും രേഖയിൽ ഇപ്രകാരം ഒരു കാര്യം വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കിയാൽ ടാറ്റയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൊണ്ട് സുഹൃതം പിടിക്കപ്പെട്ടതിന്റെ ജാലതയിൽ നിന്നുകൊണ്ടാണ് ഒരു അജ്ഞാതനുണ്ട് എന്ന കളവ് അദ്ദേഹം പറയുന്നത്. ഇവിടെ കേരള മുഖ്യമന്ത്രിയെ ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ അനിൽകുമാർ, അങ്ങനെ ഒരു ബിസിനസ് ഗ്രൂപ്പുമായി അദ്ദേഹത്തിന് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തതിനേക്കാൾ എത്രയോ സൗകര്യമായി അവർക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താം എന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറുപടി, ഇനി അവരുടെ പേരുകൂടി ഇതിൻ്റെ വലിച്ചിഴക്കരുതേ എന്നുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഇത്രയും തിരക്കുകളുള്ള ഒരു മുഖ്യമന്ത്രി ഇവരെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് ഓടിപ്പോകുന്നതിലും എത്രയോ എളുപ്പമായി ആ ബിസിനസ്സുകാർക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു, അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ. അല്ല, നമ്മളിപ്പോ പ്രത്യേക ചാർട്ടേഡ് ഫ്ലൈറ്റില് മംഗലാപുരത്ത് പോകുന്നത് എന്തിനാണ്? ചാർട്ടർ ഫ്ലൈറ്റിന്റെ ആവശ്യം എന്താണ്? അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ശീലം ഇതാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക, ലജ്ജാശൂന്യമായി ഉപയോഗപ്പെടുത്തുക, നാണമില്ലാതെ ഉപയോഗപ്പെടുത്തുക. അത് തൊണ്ടശബ്ദം പിടിക്കപ്പെടുമ്പോൾ നാട്ടിലെ ഒരാൾക്ക് പോലും, UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധമുള്ള പച്ചക്കള്ളം പറയുക, കൈരളിയെയും ദേശാഭിമാനിയെയും കടന്നാക്രമിക്കുക, ചോദ്യം ചോദിക്കുന്നവരോട് നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ വന്നിരിക്കൂ എന്ന് ആക്ഷേപിക്കുക. ഇതൊക്കെ എത്ര നാള് കേരളം അംഗീകരിക്കും എന്നുള്ളത് പറയാൻ ഇപ്പൊ സാധിക്കത്തില്ല. പക്ഷെ ഇത്തരം ആളുകളുടെ മൂക്ക് പോയ ചരിത്രവും ഈ കേരളത്തിലുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. CP രാമസ്വാമിക്ക് പഠിക്കരുത്. നന്ദി ശ്രീ അനിൽകുമാർ.